ഹായ് കേരറ്റ്സ് ചെയ്യുന്ന വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കേരറ്റ്സ് പാരാമിലിറ്ററിയിലേക്ക് ഓഫീസർ ആകാനുള്ള അവസരം വന്നിരിക്കുകയാണ്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് ഈ ഒരു പോസ്റ്റിലേക്ക്. എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ ഒരു വീഡിയോ കൂടി നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. BSF, CRPF, CISF, ITBP, SSB എന്നീ ഫോഴ്സിലേക്കാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അസിസ്റ്റന്റ് കമാൻഡ് എന്നൊരു റാങ്കിലേക്കായിരിക്കും നിങ്ങൾക്ക് ജോലി ലഭിക്കാൻ പോകുന്നത്. വീഡിയോ പരമാവധി കാണുക. എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നതായിരിക്കും. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, ഏജ് ലിമിറ്റ്, ഹൈറ്റ്, PST, PFT എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ വേണ്ടി വീഡിയോ നിങ്ങൾ ഫുൾ കാണുക. പരമാവധി ഷെയർ ചെയ്യുക. നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓഫീസർ പോസ്റ്റിലേക്കാണ് നിങ്ങൾക്ക് ജോലി ലഭിക്കാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. റൈറ്റ് സൈഡിൽ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്കൊരു ഡിഫൻസ് ജോബ് കിട്ടുന്നിടം വരെ. സോ സിറ്റ് ബാക്ക്, റിലാക്സ്, എൻജോയ് ദ വീഡിയോ. കേരറ്റ്സ്, അപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ എല്ലാ അപ്ഡേറ്റ്സും ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. അസിസ്റ്റന്റ് കമാൻഡ് എന്ന പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ഔട്ടായിരിക്കുന്നത്. ഏജ് ലിമിറ്റ്, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, സെലക്ഷൻ പ്രോസസ്സ് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ UPSC ആണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ ഔട്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങളിവിടെ കാണുന്നത് UPSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ്. ഇവിടെ ആൾറെഡി നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഈ ഒരു സൈറ്റിൽ കൂടി തന്നെയാണ് നിങ്ങൾ ഫോം ഫില്ല് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് കാണാവുന്നതാണ് നെയിം ഓഫ് എക്സാമിനേഷൻ, നോട്ടിഫിക്കേഷൻ. ഇവിടെ നിങ്ങൾക്ക് ഇതിൻ്റെ PDF ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ ഈ ഒരു PDF നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്താലും മതി. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് ലിങ്ക് കാണാൻ പറ്റുന്നതായിരിക്കും. ഇനി നമുക്ക് ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇത് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ആണ്. നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും, അതായത് ഒരു കേഡറ്റ് അറിഞ്ഞിരിക്കേണ്ട എല്ലാ പോയിന്റും നമ്മൾ സെലക്ട് ചെയ്തിട്ടാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞാൽ മതി. ഈസി ആയിട്ട് നിങ്ങൾക്ക് എല്ലാം അറിയാൻ പറ്റുന്നതായിരിക്കും. ഒരു കാര്യം പോലും നമ്മൾ സ്കിപ്പ് ചെയ്തിട്ടില്ല. ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. അല്ലെങ്കിൽ നമ്മുടെ ഓഫീസ് നമ്പർ ഉണ്ട്, ഈ ഒരു വീഡിയോയുടെ അവസാനം ഞാൻ പറയുന്നതായിരിക്കും. ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താലും മതി. ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് എല്ലാം അറിയാൻ പറ്റുന്നതായിരിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ നോക്കൂ കുട്ടികളെ, എല്ലാ കാര്യങ്ങളും നമുക്ക് നോക്കാം. ഈ ഒരു നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റിന് എക്സാം നെയിമാണ് CAPF എന്ന് പറഞ്ഞാൽ സെൻട്രൽ ആർമഡ് പോലീസ് ഫോഴ്സ്. അസിസ്റ്റന്റ് കമാൻഡന്റ് എന്ന റാങ്കിലേക്കുള്ള നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ് ആണ് വന്നിരിക്കുന്നത്. ക്ലിയർ. ഇത് കണ്ടക്ട് ചെയ്യുന്ന ആരാണ്? UPSC ആണ്. നോട്ടിഫിക്കേഷൻ ഡേറ്റ്, നോട്ടിഫിക്കേഷൻ വന്നത് ഫെബ്രുവരി 20, 2026. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ, ലാസ്റ്റ് ഡേറ്റ് എന്തൊത്തിൻ്റെയാണ്? ഫോഫില്ലിയുടെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ കുട്ടികളെ മാർച്ച് 12. ഈ ഒരു ഡേറ്റ് മുന്നേ തന്നെ എല്ലാ കുട്ടികളും ഫോഫിൽ ചെയ്തിരിക്കണം. നിങ്ങളുടെ എക്സാം വരാൻ പോകുന്നത് ജൂലൈ 19, 2026 ജൂലൈ 19 നിങ്ങളുടെ എക്സാം വരാൻ പോകുന്നത്. ആർമി ആണെങ്കിലും നേവി ആണെങ്കിലും എയർഫോഴ്സ് ആണെങ്കിലും ഓഫീസേഴ്സ് എൻട്രിയുടെ കാര്യം പറയുകയാണെങ്കിൽ എക്സാം ഡേറ്റ് വരെ എല്ലാം വളരെ ക്ലിയർ ആണ്. എല്ലാ വർഷവും ഇതേ രീതിയിലാണ് പ്രോപ്പറായിട്ട് നോട്ടിഫിക്കേഷൻ വന്നു പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ എക്സാം ഡേറ്റും വളരെ ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കണം. സെലക്ഷൻ പ്രോസസിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ റിട്ടേൺ എക്സാം ആണ്. അതുകൊണ്ട് നല്ലപോലെ നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കണം. ഇനി നമുക്ക് നോക്കാം ഫോഴ്സ് വൈസ് വേക്കൻസി എത്രയാണെന്ന്. BSF വേക്കൻസി, CRPF, ITBP, SSB, CISF ടോട്ടൽ വേക്കൻസി 349 ആണ്. ഈ ഒരു വേക്കൻസിയിൽ 10% വേക്കൻസി എക്സ് സർവീസ്മാന് വേണ്ടിയാണ് മാറ്റി വെച്ചിരിക്കുന്നത്. ഈ ടോട്ടൽ വേക്കൻസിയിൽ നിന്നാണ് കുട്ടികളെ. അപ്പോൾ നിങ്ങൾക്ക് വേക്കൻസിയുടെ അപ്ഡേറ്റ് മനസ്സിലായി. ഇനി നാഷണാലിറ്റി ഇന്ത്യൻ ആയിരിക്കണം. ഏജ് ലിമിറ്റ് കുട്ടികളെ 20 - 25 വയസ്സിനും ഇടയിലാണ്. അപ്പോൾ നമുക്ക് ഡേറ്റ് ഓഫ് ബർത്ത് നോക്കാം. എല്ലാ കേഡറ്റും 2 ആഗസ്റ്റ് 2001 1 ആഗസ്റ്റ് 2006 ഇടയിൽ ജനിച്ചിരിക്കണം. ഈ ഡേറ്റിന് ഇടയിൽ ജനിച്ച കേഡറ്റ് ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ വർഷത്തിൽ ഈ ഡേറ്റിൽ ജനിച്ചാലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ക്ലിയർ. നിങ്ങളുടെ കാസ്റ്റ് SC/ST ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 5 വർഷത്തെ ഇളവ് ലഭിക്കുന്നതായിരിക്കും. OBC ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 3 വർഷത്തെ ഇളവ് ലഭിക്കുന്നതായിരിക്കും. സിവിലിയൻ സെൻട്രൽ ഗവൺമെന്റ് സർവന്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 5 വർഷത്തെ ഇളവ് ലഭിക്കുന്നതായിരിക്കും. എക്സ് സർവീസ്മാൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 5 വർഷത്തെ ഇളവ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്യണം നിങ്ങളുടെ കാറ്റഗറി അനുസരിച്ച്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് ഏജ് റിലാക്സേഷൻ കിട്ടുന്നതായിരിക്കും. ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കറക്റ്റായിട്ട് ഇത് ഫില്ല് ചെയ്ത് അപ്ഡേറ്റ് ചെയ്യുക. ഇനി നമുക്ക് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കാം. ബാച്ചിലർ ഡിഗ്രി ഉണ്ടായിരിക്കണം. ഏത് സ്ട്രീമിൽ പഠിച്ച കേഡറ്റ് ആണെങ്കിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഇനി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കേഡറ്റ് ആണെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ കണ്ടീഷൻ എന്താണ്? ഇൻ്റർവ്യൂ ടൈമിൽ ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സിൽ സ്റ്റാർട്ടിങ്ങിൽ വരുന്നത് എക്സാം ആണ്. അതിനുശേഷം PFT ആൻഡ് PST ആണ്. അതിനുശേഷം ഇൻ്റർവ്യൂ ആണ്. ഇൻ്റർവ്യൂ ടൈമിൽ നിങ്ങളുടെ കയ്യിൽ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. ആ ഒരു കണ്ടീഷനാണ് നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഗ്രാജുവേഷൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന കേഡറ്റ് ആണെങ്കിലും, ഫൈനൽ ഇയർ ആണ് ഞാൻ പറയുന്നത്, ഫൈനൽ ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കേഡറ്റ് ആണെങ്കിലും ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായി. ഗ്രാജുവേഷൻ ഉണ്ടായാൽ മതി. ഏത് സ്ട്രീമിൽ പഠിച്ച കേഡറ്റ് ആണെങ്കിലും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് നോക്കാം. അതേ PST ടെസ്റ്റ്. ഈ ഒരു പോസ്റ്റിലേക്ക് ആവശ്യമായിട്ടുള്ള ഹൈറ്റ്, ചെസ്റ്റ് എന്നീ മെഷർമെന്റ് എത്രയാണ് എന്നാണ് PST ടെസ്റ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നോക്കൂ കുട്ടികളെ, ജനറൽ കാറ്റഗറിയിൽ പെടുന്ന ഒരു കേഡറ്റ് ആണെങ്കിൽ, മെയിൽ കാറ്റഗറിയിൽ പെടുന്ന കേഡറ്റ് ആണെങ്കിൽ സ്പെഷ്യലി 165 സെന്റിമീറ്റർ ഹൈറ്റ് വേണം. ഫീമെയിൽ ആണെങ്കിൽ 157 സെന്റിമീറ്റർ ഹൈറ്റ് ഉണ്ടായിരിക്കണം. ST കാറ്റഗറിയിൽ പെടുന്ന മെയിൽ കേഡറ്റ് ആണെങ്കിൽ 162.5 സെന്റിമീറ്റർ, ഫീമെയിൽ ആണെങ്കിൽ 154 സെന്റിമീറ്റർ ഹൈറ്റ് ഉണ്ടായിരിക്കണം. ജസ്റ്റ് ഓൺലി മെയിൽ കേഡറ്റിന് മാത്രമാണ് 81 സെന്റിമീറ്റർ ഉണ്ടായിരിക്കണം. എക്സ്പാൻഷൻ ചെയ്യുമ്പോൾ 5 സെന്റിമീറ്റർ ഉണ്ടായിരിക്കണം. ടോട്ടൽ 86 സെന്റിമീറ്റർ. ക്ലിയർ.
അപ്പോൾ നിങ്ങൾക്ക് PST ടെസ്റ്റിൽ എല്ലാ കാര്യങ്ങളും മനസ്സിലായി, എല്ലാവരും ചെക്ക് ചെയ്യുക. എല്ലാവർക്കും ഇത്രയും ഹൈറ്റും ചെസ്റ്റും ഒക്കെ ഉണ്ട്. 170 ഒക്കെ വരുമ്പോഴാണ് മിക്കവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റാത്ത. 162 165 ഒക്കെ എല്ലാവർക്കും ഉണ്ട്, കോമൺ ആണ്. ഇനി നമുക്ക് നോക്കാം ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിനകത്ത് എന്തൊക്കെയാണ് വരുന്നതെന്ന്. ഫോർ മെൻ കേഡറ്റിന് ഏതൊക്കെയാണ് നോക്കൂ കുട്ടികളെ. 100 മീറ്റർ റണ്ണിംഗ് വരും, 16 സെക്കൻഡിനുള്ളിൽ എത്തിയിരിക്കണം. 800 മീറ്റർ റണ്ണിംഗ് വരും, 3 മിനിറ്റ് 45 സെക്കൻഡിനുള്ളിൽ എത്തിയിരിക്കണം. ലോങ് ജമ്പ് ഉണ്ട്, 3.5 മീറ്റർ ജമ്പ് ചെയ്യണം, 3 ചാൻസസ് ലഭിക്കും. ഷോർട്ട് പുട്ട് ഉണ്ട്, 7.26 kg എടുത്ത് വേണം അവർ ത്രോ ചെയ്യേണ്ടത്. 4.5 മീറ്റർ ഡിസ്റ്റൻസ് ത്രോ ചെയ്തിരിക്കണം. ഫീമെയിൽ കേഡറ്റിനാണെന്നുണ്ടെങ്കിൽ 100 മീറ്റർ 18 സെക്കൻഡിനുള്ളിൽ ഓടിയെത്തിയിരിക്കണം. 800 മീറ്റർ 4 മിനിറ്റ് 45 സെക്കൻഡിനുള്ളിൽ ഓടിയെത്തിയിരിക്കണം. ലോങ് ജമ്പ് 3 മീറ്റർ ചെയ്യണം, 3 ചാൻസ് ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഏതെങ്കിലും ഫീമെയിൽ കേഡറ്റ് പ്രഗ്നൻസി ഡ്യൂറേഷൻ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു സമയത്ത് ഇളവ് ലഭിക്കുന്നതായിരിക്കും. ക്ലിയർ? അപ്പോൾ നിങ്ങൾക്ക് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് മനസ്സിലായല്ലോ. ഈ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് ഫിസിക്കൽ ടൈമിലാണ്, കാരണം ആ ഒരു സമയത്ത് അവർക്ക് ഫിസിക്കലി ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടുന്നതായിരിക്കും സ്പെഷ്യൽ കാറ്റഗറിയിൽ. ക്ലിയർ? സ്പെഷ്യൽ പ്രഗ്നൻസി പ്രൊവിഷൻസ് അവൈലബിൾ ആണ് ഫീമെയിൽ കേഡറ്റ്സിന് വേണ്ടിയിട്ട്. ക്ലിയർ? അപ്പോൾ നിങ്ങൾക്ക് PAT ടെസ്റ്റിന് എല്ലാ അപ്ഡേറ്റും മനസ്സിലായിട്ടുണ്ട്. ഇനി നിങ്ങൾ അറിയേണ്ടതാണ് സെലക്ഷൻ പ്രൊസീജിയർ. സെലക്ഷൻ പ്രൊസീജിയർ ആൾറെഡി നിങ്ങളടുത്ത് ഇപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. PFT ആൻഡ് PST എന്നുള്ള സെലക്ഷൻ പ്രൊസീജിയറിനകത്ത് വരുന്നതാണ്. നിങ്ങളുടെ സ്റ്റാർട്ടിംഗ് പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുന്നു. അതിനുശേഷം പിന്നെ നിങ്ങളുടെ റിട്ടേൺ എക്സാം ആണ്. സ്റ്റേജ് 1 എന്ന് പറയുന്ന റിട്ടേൺ എക്സാം ആണ്. ജൂലൈ 19 ഈ ഒരു എക്സാം സ്റ്റാർട്ട് ആകാൻ പോകുന്നത്. ഈ ഒരു റിട്ടേൺ എക്സാം നടക്കാൻ പോകുന്നത് ഓഫ്ലൈൻ ആണ്, ഓൺലൈൻ അല്ല. ഓഫ്ലൈൻ ആണ് എക്സാം വരാൻ പോകുന്നത്. 2 എക്സാം കാണും. ഒരു എക്സാം രാവിലെ ആയിരിക്കും, പിന്നെ ഒരു എക്സാം ഉച്ചയ്ക്കായിരിക്കും. രാവിലെ നിങ്ങൾക്ക് 10 to 12 ആയിരിക്കും, പിന്നെ ഉച്ചയ്ക്ക് ശേഷം പിന്നെ 2 to 5. അതേ രീതിയിലാണ് എക്സാം വരാൻ പോകുന്നത്. ക്ലിയർ ആയ കുട്ടികളെ? പേപ്പർ 1 എന്ന് പറഞ്ഞാൽ 250 മാർക്സിൻ്റെ ആണ്. ഇതാണ് നിങ്ങളുടെ സിലബസ് അപ്ഡേറ്റ് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങളുടെ മാർക്ക് എന്ന് പറഞ്ഞാൽ 250 ആണ്. 125 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. ഓരോ ക്വസ്റ്റിനും 2 മാർക്ക് വീതം. പേപ്പർ 2 എന്ന് പറഞ്ഞാൽ 200 മാർക്സ് ആണ്. പിന്നെ ഈ ഒരു എക്സാം എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റീവ് ആണ്. എന്താണ് കുട്ടികളെ? പേപ്പർ 1 എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റീവ് ടൈപ്പാണ്, പക്ഷേ പേപ്പർ 2 എന്ന് പറഞ്ഞാൽ ഡിസ്ക്രിപ്റ്റീവ് ആണ്. ക്ലിയർ? പേപ്പർ 2 എന്ന് പറഞ്ഞാൽ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്സ് ആണ്. ഇവിടെ നിങ്ങൾക്ക് എസ്സേ എഴുതണം, പാരഗ്രാഫ് എഴുതണം, എല്ലാം നിങ്ങൾക്ക് എഴുതേണ്ടി വരും. ഈ പേപ്പർ 2 ആണ് ടഫ് എന്ന് പറഞ്ഞാൽ. പേപ്പർ 1 മിക്കവരും ക്രോസ് ചെയ്യാറുണ്ട്, പക്ഷേ പേപ്പർ 2 ആണ് ഡിഫിക്കൽട്ട് ഒരു എക്സാം എന്ന് പറയുന്നത്. ക്ലിയർ ആയാലോ? അപ്പോൾ പേപ്പർ 2 എത്ര മാർക്കാണ്? 200 മാർക്സ് ആണ്. പേപ്പർ 1 250 മാർക്സ് ആണ്. ഇതാണ് നിങ്ങളുടെ സ്റ്റേജ് 1 പ്രോസസ്സ് എന്ന് പറയുന്നത്. സ്റ്റേജ് 1 പാസ്സായാൽ മാത്രമേ പിന്നെ നിങ്ങൾക്ക് സ്റ്റേജ് 2 പോകാൻ പറ്റത്തുള്ളൂ. സ്റ്റേജ് 2 ഏതൊക്കെയാണ് ഈവൻറ്റ്? PFT ആൻഡ് PST എന്ന് പറയുന്ന ഈവൻ്റ് ആണ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ നിങ്ങൾക്ക് സ്റ്റേജ് 1 റിട്ടേൺ എക്സാമിൻ്റെ എല്ലാ അപ്ഡേറ്റും മനസ്സിലായിട്ടുണ്ട്. പേപ്പർ 1 250 മാർക്സ്, പേപ്പർ 2 200 മാർക്സ് ആണ്. ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ നിങ്ങൾക്ക് വരണമെന്നുണ്ടെങ്കിൽ പേപ്പർ 1 നിങ്ങൾ എത്ര മാർക്ക് സ്കോർ ചെയ്യുന്നു, അതേപോലെ തന്നെ ഇന്റർവ്യൂവിൽ നിങ്ങൾ എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നതനുസരിച്ചിരിക്കും ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ നിങ്ങളുടെ സെലക്ഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ്. നോക്കൂ കുട്ടികളെ, സെലക്ഷൻ പ്രൊസീജിയറിൽ നെക്സ്റ്റ് ആണ്. അതായത് നിങ്ങൾ റിട്ടേൺ ക്വാളിഫൈ ചെയ്താൽ പിന്നെ നിങ്ങളുടെ വരുന്ന PST ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഹൈറ്റും ആ ചെസ്റ്റും അല്ല. അതിനുശേഷം പിന്നെ PET ആണ്. PET എന്ന് പറഞ്ഞാൽ 100 മീറ്റർ റണ്ണിംഗ്, 800 മീറ്റർ റണ്ണിംഗ്, ലോങ് ജമ്പ്, ഷോർട്ട് പുട്ട് എന്നീ ഇവൻറ്റുകൾ. റിട്ടേൺ പാസ്സാൽ പിന്നെ നിങ്ങളുടെ ഈ ടെസ്റ്റാണ് വരാൻ പോകുന്നത്. ഇവിടെ നിങ്ങൾ പാസ്സായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇന്റർവ്യൂ ആണ്. ഇന്റർവ്യൂ പാസ്സായതിനു ശേഷം പിന്നെ മെഡിക്കലും DVയും നടക്കുന്നത്. ഇതാണ് പ്രോപ്പർ സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. ക്ലിയർ? ഇന്റർവ്യൂവിലെ ടോട്ടൽ മാർക്സ് എന്ന് പറയുന്നത് 150 മാർക്സ് ആണ്. എത്രയാണ്? 150 മാർക്കാണ് ഇന്റർവ്യൂവിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇനി എങ്ങനെയാണ് ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വരുന്നതിന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം. നോക്കൂ കുട്ടികളെ, റിട്ടേൺ എക്സാം ടോട്ടൽ 450 മാർക്കിൻ്റെയാണ്. എത്രയാണ്? 250 ആൻഡ് 200. ഇവിടെ 450. ഇന്റർവ്യൂവിൽ ടോട്ടൽ 150 മാർക്സ് ആണ്. അപ്പോൾ 150 ആഡ് ചെയ്യുമ്പോൾ എത്രയായി ടോട്ടൽ? നിങ്ങൾക്ക് ഇവിടെ ടോട്ടൽ ഇവിടെ 600 മാർക്സായി. 600 മാർക്സിൻ്റെയാണ് നിങ്ങളുടെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയാലോ? 600 മാർക്കിൽ നിങ്ങൾ എത്ര മാർക്കാണോ സ്കോർ ചെയ്യുന്നത് അതനുസരിച്ചിരിക്കും നിങ്ങളുടെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ സെലക്ഷൻ എന്ന് പറയുന്നത്. പ്രീവിയസ് ഇയറിൽ അപ്ഡേറ്റ് ഒക്കെ എടുക്കുമ്പോൾ അറൗണ്ട് ഒരു 40 to 50% മാർക്ക് സ്കോർ ചെയ്യുന്ന മിക്കവർക്കും ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ വരാൻ പറ്റിയിട്ടുണ്ട്. ക്ലിയർ ആയാലോ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനി ആപ്ലിക്കേഷൻ പ്രോസസ് നോക്കുക കുട്ടികളെ. UPSCയുടെ ഒഫീഷ്യൽ സൈറ്റ് ത്രൂ നിങ്ങൾക്ക് ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. ഇനി ആപ്ലിക്കേഷൻ പ്രോസസ് ഫീസ് നോക്കൂ, 200 rupees ആണ് ടോട്ടൽ ഫീസ് ആവുന്നത്. ആർക്കൊക്കെയാണ് ഫീസ് വരാത്തത്? ഫീമെയിൽ കേഡറ്റിന് ഫീസ് വരത്തില്ല. പിന്നെ SC ആൻഡ് ST കാറ്റഗറിയിൽ പെടുന്ന എല്ലാ മെയിൽ ആൻഡ് ഫീമെയിൽ കേഡറ്റിനും ഫീസ് അടയ്ക്കേണ്ട ആവശ്യമില്ല. പേയ്മെൻറ്റ് മോഡ് ഓൺലൈൻ ത്രൂ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. ക്ലിയർ ആയാലോ? ഐ ഹോപ്പ് എല്ലാ കാര്യങ്ങളും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. SSCയുടെ ക്ലാസ്സുകൾ ആന ഡിഫൻസ് അക്കാഡമിയിൽ അവൈലബിൾ ആണ്. ഈ ഒരു വീഡിയോ കാണുന്ന ആരെങ്കിലും SSCD തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഈ ഒരു കോഴ്സിന് ടോട്ടൽ ഫീസ് എന്ന് പറഞ്ഞാൽ 2500 ആണ്. ഈ ഒരു ഫീസിൽ തന്നെ നിങ്ങൾക്ക് ഫിസിക്കൽ ട്രെയിനിങ്ങും ലഭിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ 150 മോക്ക് ടെസ്റ്റ്, പിന്നെ ലൈവ് ക്ലാസ്സുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ലൈവ് ക്ലാസ്സുകൾ, അതായത് ആ ക്ലാസ് ഓൾറെഡി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ റിവിഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ആ റെക്കോർഡഡ് വീഡിയോസും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. 150 കൂടുതൽ മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. മോക്ക് ടെസ്റ്റ് മലയാളത്തിലും ലഭിക്കുന്നതായിരിക്കും. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. കേരഡ്സ് നമ്മുടെ വാട്സപ്പ് ചാനൽ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണാൻ പറ്റും. ഡിഫൻസ് റിലേറ്റഡ് ആയിട്ട് വരുന്ന എല്ലാ നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ്സും ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ്സും നിങ്ങൾക്ക് അവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ഉടനെ തന്നെ ജോയിൻ ചെയ്യുക. ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭിക്കുന്നതായിരിക്കും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങൾ പേഴ്സണൽ ഡൗട്ട് ആണെങ്കിലും അതുപോലെ തന്നെ കോഴ്സ് റിലേറ്റഡ്
ഡൗട്ട് ആണെങ്കിലും ഈ ഒരു നമ്പറിൽ കോൾ ചെയ്യുക അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന കേഡറ്റാണ്. നിങ്ങൾ ഈ ഒരു വീഡിയോ ഇതുവരെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റ് ഇല്ല എങ്കിലും ഷെയർ ചെയ്യാൻ മറക്കരുത്. മറ്റേതെങ്കിലും കേഡറ്റ്സിന് വളരെയധികം ബെനിഫിറ്റ് ആവുന്നതായിരിക്കും. അതായത് ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റ് ഉള്ള ഏതെങ്കിലും കേഡറ്റിന് വളരെയധികം ബെനിഫിറ്റ് ആവുന്നതായിരിക്കും ഈ ഒരു വീഡിയോ. വേറെ വീഡിയോ നമുക്ക് ഉടനെ കാണാം. താങ്ക് യു സോ മച്ച്. ജയ് ഹിന്ദ്.